ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഈ ആഴ്ച നടക്കാവുന്ന ഭാഗങ്ങളാട്ടോ പറയാൻ പോണ വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇഷിതയും മഹേഷും കൂടിയിട്ട് ആകെ ഒരു വല്ലാത്തൊരു ടെൻഷനിലാണ്. കാരണം ചിപ്പിയാണെങ്കിൽ ഒരു അനിയനെയോ അനിയത്തിയോ വേണമെന്ന് ഭയങ്കര വാശിയാട്ടോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എടോ ചിപ്പിമോള് വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, കുട്ടികളാകുമ്പോൾ വാശി പിടിച്ചതൊക്കെ ഇരിക്കും. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എപ്പോഴുള്ളതാണ് ഒരു അനിയനോ അനിയത്തിയോ ഒക്കെ വേണമെന്നൊരു കാര്യം. അതിൻ്റെ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. താൻ ശരിക്കും പരിഹാരം കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ആദ്യം ഇവിടെ കൊണ്ടുവന്ന കാര്യമാണ് ഞാൻ പറയണത്. ഓ, അതാണോ താൻ കണ്ടുപിടിച്ചിരിക്കുന്ന പരിഹാരം? പിന്നല്ലാതെ മഹേഷ് എന്താ വിചാരിച്ചത്? ഞാൻ ചോദിച്ചെന്ന് ഉള്ളേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ്. ഇഷിതയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. ശേഷം ഈ ചിപ്പി നേരെ പോണത് നമ്മുടെ നൂറിലേക്കാട്ടോ. അവിടെ ബെല്ലടിക്കുമ്പോഴേക്കും പ്രിയാമണിയാണ് വാതിൽ തുറക്കണേ. ഇതാര്? ചിപ്പി മോളോ? കുറേ നാളായല്ലോ വന്നിട്ട് എന്ന് പറയുമ്പോഴേക്കും എന്ത് പറയാനാ, വീട്ടിലെ പ്രശ്നങ്ങളാണല്ലോ, എങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനാ? വീട്ടിലെ പ്രശ്നങ്ങൾ കഴിയുമ്പോഴേക്കും ഹോംവർക്കും ക്ലാസ്സൊക്കെ ആവും, അതാ വരാൻ പറ്റാതിരുന്നത് എന്ന് പറയണേ. ഇതാര് ചിപ്പി മോളോ എന്ന് മാഷും വരുന്നുണ്ട്. ഞാനേ നിങ്ങളുടെ എല്ലായിടത്തും കൂടി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഓഹോ, സുജീനെ വിളിക്കണോ? പിന്നെ വിളിക്കണ്ടേ? സുജിമോളെ ഒന്ന് വന്നേ. ഇതാരും ചിപ്പിയോ? വാ, നിങ്ങൾ 3 പേരും വേണ്ടി ഇരിക്കുക. എനിക്ക് നിങ്ങളുടെ 3 പേർത്തുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ചിപ്പിമോള് ഭയങ്കര ഗൗരവത്തിലാണല്ലോ എന്ന് മാഷ് പറയുമ്പോൾ അതെ, കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ്. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ? അത് എനിക്കൊരു അനിയനെയോ അനിയത്തിയോ വേണമെന്ന് ഞാൻ അമ്മയെടുത്തും അതുപോലെ തന്നെ ഡാഡി എടുത്തും പറഞ്ഞു. അവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ മുൻകൈ എടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് പറയാണ്. അത് കേൾക്കണത് മാഷും പ്രിയാമണിയും നമ്മുടെ സുചിത്രയൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക കേട്ടോ. എന്താ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കണത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എനിക്കൊരു അനിയനെ വേണമെന്ന്. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മോളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു മടുത്തു എന്ന് പറയാണ്. അല്ല, മോള് ചോദിച്ചപ്പോൾ അവളെന്താ മറുപടി പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. അമ്മ അതെ ഡാഡി അതെ, ഒന്നും മറുപടി പറയുന്നില്ല. ശരി, ചിപ്പിമോളൊരു ആഗ്രഹമല്ലേ, ഞങ്ങൾ ഇഷിതനെ വിളിച്ച് ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കാം. അതെ, പേടിപ്പിച്ച് കൊടുക്കുന്ന കാര്യമില്ല. നിങ്ങളെ കാര്യം നടത്തി തരണം. എന്തായാലും നിങ്ങളുടെ മകളല്ലേ, നിങ്ങൾ പറഞ്ഞ് ഉപദേശിക്കണം. പിന്നെ ഡാഡിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛമ്മയുടെ അച്ഛൻ്റെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഉടനെ തന്നെ ഒരു അനിയനെ വേണം എന്ന് പറയുമ്പോൾ സുചിത്ര പറയണ്ട. അതെ, ഉടനെ തന്നെ ഒന്നും കിട്ടില്ല, അതിനുവേണ്ടി കുറച്ച് കാത്തിരിക്കൊക്കെ വേണം. അതെനിക്കറിയാം. എൻ്റെ ക്ലാസ്സിലെ എൻ്റെ അപ്പുറത്തെ സ്കൂളിലെ കിരണേട്ടൻ അറിയില്ലേ, അന്ന് ആദ്യമായിട്ട് മൂക്കിടിച്ച് പരത്തിയത്? എസ്സയുടെ മോനല്ലേ? ആ ചേട്ടന് ഒരു അനിയത്തി ഉണ്ടായി. അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ? അനിയത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചേട്ടൻ കുറേ മാസം കാത്തിരുന്നു. അതുപോലെ ഞാനും കാത്തിരിക്കാം, എത്ര മാസം വേണമെങ്കിലും. കുഞ്ഞുവാവ വളരണ വരെ അമ്മയുടെ വയറ്റിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്കൊരു കുഞ്ഞുവാവിന് വേണം. ശരി, ചിപ്പിമോൾ ആഗ്രഹം പറഞ്ഞല്ലേ, ഞങ്ങൾ ഇഷിത ഇങ്ങോട്ട് വരട്ടെ, അവളെ വെച്ചിട്ടുണ്ട്. എന്നാലും ചിപ്പിമോളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചിടാൻ വേണ്ടി ഞങ്ങൾ ഇഷിതടുത്ത് പറയാം. അത് മതി എന്ന് പറഞ്ഞ് നമ്മുടെ ചിപ്പി ഭയങ്കര സന്തോഷത്തോട് പോവാണ്. പിന്നീട് ചിപ്പി ഈ കാര്യം തന്നെ നമ്മുടെ രാമനാഥോടും സ്വപ്നവല്ലും പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഡാഡിനെ പറഞ്ഞ് ഉപദേശിക്കണം എന്ന് പറയാണ്. ഡാഡിനെ പറഞ്ഞ് ഉപദേശിക്കാനോ? എന്ത്, എനിക്കൊരു അനിയനെ വേണമെന്ന്? അത് നിന്റെ ഡാഡി അമ്മയല്ലേ വിചാരിക്കേണ്ടതെന്ന് സ്വപ്നവലി പറയുമ്പോൾ നിങ്ങൾ ഉപദേശിക്കണം. നിങ്ങളുടെ മകനല്ലേ, ഞാൻ നേരെ 100ലും പോയി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. നിങ്ങൾ വീട്ടുകാർ തമ്മിലൊരു തീരുമാനം എടുക്കണം. എനിക്ക് വയ്യ ഒരു അനിയനെ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇനി തുടരാനായിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു അനിയനെ വേണം എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഒറ്റക്കാലം നിൽക്കാട്ട്. ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. ഒരു തീരുമാനം ആവാതെ ഭക്ഷണവും വെള്ളവും കുടിക്കുന്ന ഒറ്റ വാശിയിലാണ് ചിപ്പി. അതായത് അമ്മയും ഡാഡിയും തനിക്ക് വാക്ക് തരണം, എത്രയും പെട്ടെന്ന് ഒരു അനിയനെ തരാമെന്ന്. അതിനുവേണ്ടി ചിപ്പി വ്രതം എടുത്ത് അങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ഇഷിത 100ലേക്ക് പോകുമ്പോൾ പ്രിയാമണി മാഷും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചിപ്പിമോള് വല്ലാതെ സീരിയസ് അവസ്ഥയിൽ തന്നെ കേട്ടോ. കുട്ടികളുടെ ഈ മാനസികാവസ്ഥ നിനക്കറിയാലോ എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, എനിക്കറിയാമോ, ഒരുപാട് പിള്ളേർ ഇതുപോലെ ക്ലിനിക്കിൽ വരാറുണ്ട്. ഒരു അനിയനോ അനിയത്തിയില്ല, അത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ. എന്തായാലും ചിപ്പി അങ്ങനെയല്ലല്ലോ, അവൾക്കൊരു ഏട്ടനില്ലേ? ഏട്ടനുണ്ട്, പക്ഷെ അവളുടെ കൂടെ ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. ട്രീറ്റ്മെൻറ്റ് പുരോഗതി ഉണ്ടല്ലോ. എന്നിട്ട് എന്തായി? അത് അമ്മേ ഇനി മടി പിടിപ്പിക്കാൻ പാടില്ല. നോക്ക്, ചിപ്പിമോൾ അത്രമാത്രം ഒരു മാനസികാവസ്ഥയിൽ കടന്നു പോവാണ്, നീ അത് മനസ്സിലാക്കുക എന്നൊക്കെ പറയാണ്. ഈ കാര്യം തന്നെ മഹേഷിൻ്റെ അടുത്ത് വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ മഹേഷും ഇഷിതയും കൂടി ഒരുമിച്ച് സംസാരിക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, ഇഷിത തനിക്ക് തോന്നുന്നുണ്ടോ ചിപ്പിമോളുടെ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് തൻ്റെ വീട്ടുകാർ ഇത്ര നിർബന്ധിക്കണേന്ന്? അതുകൊണ്ട് മാത്രമല്ല, അവർക്കൊരു ആഗ്രഹം ഉണ്ടോ, ചിപ്പിമോളെക്കാളും വലിയ ആഗ്രഹം അവരുടെ ആഗ്രഹം. തനിക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നുള്ള അവരുടെ ആഗ്രഹം. അത് താൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ്. ഇഷിത തീരുമാനിക്കുകയാണ്, അതെ വീട്ടുകാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റൂ. വീട്ടുകാരുടെ മാത്രമല്ല, തനിക്കും ആഗ്രഹമുണ്ട് ഒരു അമ്മയാവണമെന്നൊക്കെ. ചിപ്പിയും ആദ്യം തൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേ ഗർഭിണിയാവുക, പ്രസവിക്കുക, അതൊക്കെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ. അതുകൊണ്ട് തന്നെ ഇഷിതയും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ ഇഷിത വിചാരിക്കും ആദ്യനെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാം, ചിപ്പിക്കൊരു സമാധാനമാവും. ചിപ്പി ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്ന് ഇഷിത വിചാരിക്കുകയാണ്. അങ്ങനെ ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും കൂടി ചേർന്നിട്ട് നമ്മുടെ ആദ്യനെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് ഒരുമിച്ച്
റൂമിലേക്ക് പോവാട്ടോ. അപ്പോഴേക്കും ആദ്യം അവിടേക്ക് വരുന്നുണ്ട്. ഇഷിത പറയുന്നുണ്ട്, ഞാൻ മോനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ എന്താ ഇഷിതാമേ? എനിക്കൊരു കാര്യം മോനോട് പറയാനുണ്ട്. പറഞ്ഞോ. അത് ചിപ്പി ഇപ്പോൾ വല്ലാത്തൊരു വാശിയിലാണ് മോനെ. വാശിയിലോ? എന്ത് വാശിയിൽ? അവൾക്ക് ഒരു കൂട്ട് വേണമെന്നൊക്കെയാണ് പറയണത്. ആദിമോൻ വീട്ടിലില്ലാത്തതിൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. ആദിമോൻ ഇടയ്ക്കെങ്കിലും വീട്ടിലൊക്കെ വരണം, 1-2 ദിവസം നിന്നിട്ടൊക്കെ പോകണം. സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇഷിതാമേ, എനിക്ക് മനസ്സിലായി അവളുടെ അവസ്ഥ. എനിക്കും അതേ അവസ്ഥ തന്നെയാണ്. എനിക്കും ആഗ്രഹമുണ്ട് അവളുടെ കൂടെയൊക്കെ നിൽക്കണമെന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇഷിതാമ്മ മറ്റൊരു രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. എന്താണെങ്കിലും പറഞ്ഞോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാനും ചിപ്പിയും മമ്മിയും ഡാഡിയല്ലേ ഇഷിതാമ്മ ഒരുമിച്ച് നിൽക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണത് ഇഷിത ഷോക്കായി പോട്ടെ. പ്രൊമോയിൽ ശരിക്കും ഇഷിത ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ആദ്യം വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞാനും ചിപ്പിയും ഞങ്ങളെ പ്രസവിച്ച അമ്മ, അതായത് രചന, മമ്മി, ഡാഡി, ഞങ്ങൾ ഒരുമിച്ചല്ല നിൽക്കേണ്ടത് എന്ന് പറയാണ്. അതിനുശേഷം ആദ്യം അവിടെ നിന്ന് പോവാണ്. ഇഷിതക്ക് ശരിക്കും വരാത്ത ഷോക്ക് പോലെ ആവാട്ടോ ആദ്യയുടെ വായിന്ന് അങ്ങനത്തെ ഒരു ആ വാക്ക് കേട്ടപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഇഷിത ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ ആദ്യമായിട്ടുണ്ട് സംസാരിച്ചു. ആദ്യമായിട്ടിന് എന്ത് പറഞ്ഞു? ഒന്നുമില്ല മോളെ, വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ പോകുമ്പോഴേക്കും എടി എന്ന് പറഞ്ഞിട്ട് ലയ അങ്ങോട്ടേക്ക് വരുവാട്ടോ. ലയ അവിടേക്കും വരുന്നുണ്ട്. എടി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിതയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അപ്പോഴേക്കും ചിപ്പി, വിട് എൻ്റെ അമ്മയുടെ കഴുത്തിൽ നിന്ന് വിട്. അമ്മയോ? ഇവള് പ്രസവിച്ചതവിടെ നിന്നെ, നീ എന്താണ് ഇവളെ അമ്മയെന്ന് വിളിക്കണത്? അതെ എൻ്റെ അമ്മയായി ഇതെന്ന് പറയുമ്പോഴേക്കും, ഓഹോ നിനക്കങ്ങനെ ഒരു മോളെ കിട്ടിയാലേ ആ സന്തോഷത്തിലാണ് നീയല്ലേ, നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ കഴുത്തിൽ വീണ്ടും ഇങ്ങനെ കയറി പിടിക്കുക കേട്ടോ നമ്മുടെ ലയ. അപ്പോഴേക്കും അവിടേക്ക് മാധവ് വേഗം വരുന്നുണ്ട്. മാധവ് വന്നിട്ട് വേഗം തന്നെ വിട് ലയ വിടെന്ന് പറയുന്നുണ്ട്. ചിപ്പിയും പറഞ്ഞിട്ട് വിട് ആൻറ്റി വിടെന്ന് പറഞ്ഞിട്ട് ലയനെ പിടിച്ച് മാറ്റുകയാണ്. ഇഷിത ശരിക്കും ചുമച്ച് ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ. ഇഷിത എല്ലാം ക്ഷമിച്ചിരിക്കുകയാണ് ഇഷിത. കാരണം അവളുടെ ഒരു മാനസികാവസ്ഥ ഡിപ്രഷൻ മനസ്സിലായതുകൊണ്ട് മാത്രം. കാരണം ആ ഒരു ഡിപ്രഷൻ, പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കിട്ടാത്തൊരു ഡിപ്രഷൻ, ആ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഇഷിത ഇത്രയൊക്കെ ക്ഷമിക്കണത്. അതുകൊണ്ട് തന്നെ ഇഷിത അപ്പോഴും ക്ഷമിച്ചത് അത് വേണ്ട, അത് പോട്ടെന്ന് വെക്കുകയാണ്. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ചിപ്പി ഈ കാര്യം മഹേഷിനോട് പറയുന്നുണ്ട്. മഹേഷ് ഇഷിതയുടെ അടുത്ത് വരുന്നുണ്ടോ, ഇന്ന് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് താനെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതൊക്കെ എന്ത് സംഭവം മഹേഷ്? ചെറിയ സംഭവങ്ങൾ, അതിനേക്കാൾ വലിയൊരു സംഭവം ഇന്നുണ്ടായി. അതെന്താ? ആദ്യം എന്നോട് ഇന്നൊരു ചോദ്യം ചോദിച്ചു. ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. എന്താ അവൻ ചോദിച്ചത്? ഞാൻ പറഞ്ഞു ചിപ്പിക്ക് വരാത്ത വിഷമമാണ്, ഇടയ്ക്കൊക്കെ ഇവിടെ വരണമെന്ന്. അപ്പം അവനോട് ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ അവനും ചിപ്പിയും മഹേഷും രചനയല്ലേ ഒരുമിച്ച് താമസിക്കേണ്ടത്? നിങ്ങളല്ലേ കുടുംബം, നിങ്ങളല്ലേ ഒരുമിച്ച് താമസിക്കേണ്ടത് എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മഹേഷിന് വല്ലാത്ത പോലെ തോന്നണോ, താൻ അങ്ങനെ ഓർക്കൊന്നും വേണ്ടോ? അവൻ പെട്ടെന്ന് കുട്ടിയല്ലേ, അവൻ ആ രീതിയിൽ ചോദിച്ചതെന്ന് എല്ലാവർക്കും തന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അവൻ ചോദിച്ചതല്ല. സാരമില്ല മഹേഷ്, അവൻ ചോദിച്ച കാര്യം ഞാൻ മഹേഷിനോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. വീക്കെൻഡ് പ്രൊമോ ഇത്രേ കാണിച്ചുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.